അപ്പോൾ നമ്മൾ പ്രധാന തലക്കെട്ടുകൾ കണ്ടു. ഇനി അതിന്റെ സമഗ്രമായ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സജിത, നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് അല്ലേ? അതെ, ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ വലിയൊരു ആശ്വാസ കേന്ദ്രമാവുന്ന, അതായത് ഈ നഗരത്തിരക്കുകൾക്കിടയിൽ നിന്നും നഗരവാസികൾക്ക് ഒപ്പം നഗരത്തിലെത്തുന്നവർക്കൊക്കെ ആശ്വാസ കേന്ദ്രമാകുന്ന ഒരു മ്യൂസിയം കോമ്പൗണ്ട്. വളരെ മനോഹരമായ, ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് എത്ര കണ്ട് ഇതിന്റെ മനോഹാരിത ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു സംശയം. അതായത് അത്ര കണ്ട് മനോഹരമായ ഒരിടത്ത് തൊട്ടപ്പുറേ നേപ്പിയർ മ്യൂസിയം ഉണ്ട്. ഒപ്പം തന്നെ വിശാലമായ മനോഹരമായ ഗാർഡൻ അടക്കമുള്ള മലയാളികൾക്ക് പരിചിതമായ, ഒരുപക്ഷെ തിരുവനന്തപുരം സ്വദേശികൾ അല്ലെങ്കിൽ കൂടിയും ഏറ്റവും പരിചിതമായ ഒരു ഇടമാണ് മ്യൂസിയവും മ്യൂസിയം കോമ്പൗണ്ടും അതിന്റെ പരിസരവും ഒക്കെ. ഇവിടെ പ്രഭാത സവാരിക്ക് എത്തുന്നവരുണ്ട്, വ്യായാമത്തിന് എത്തുന്നവരൊക്കെ ഉണ്ട് അല്ലെ? എന്തായാലും ഞങ്ങളുടെ ക്യാമറയിൽ അത്തരം ദൃശ്യങ്ങളും വരുന്നത് എന്തായാലും ഇന്ന് പൂർണ്ണമായും ഞങ്ങൾ ഇവിടെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പൊ നമുക്ക് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കുമ്പോൾ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സജ്ജമാണ് എല്ലാവരും. എന്താണ് നമ്മൾ ആദ്യം കടന്നു പോകുന്നത്? ഏത് മേഖലയിലേക്ക്? ഇന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അവിടെ പ്രധാനപ്പെട്ട യോഗങ്ങൾ, ഒരു 3-4 യോഗങ്ങൾ തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനങ്ങൾക്ക് ഏറ്റവും അറിയാൻ ആകാംക്ഷയുള്ളതും KSEBയുടെ യോഗം തന്നെയാണ്. അതായത് മാസം തോറും വില വർധനവ്, അതായത് വൈദ്യുതി നിരക്ക് വർധനവ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഒപ്പം തന്നെ ഈ KSEBയുടെ യോഗത്തിന് പുറമെ തന്നെ KSRTCയിലും വീണ്ടും ഒരു സമര കാഹളം മുഴങ്ങുന്നു എന്ന വളരെ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി. കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയില്ല എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടുക്കിയിലെ ഭൂപ്രശ്നം, അത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്. പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഈ ബഫർ സോൺ ആശങ്കയുമായി ബന്ധപ്പെട്ടിട്ട് ഇടുക്കിയിൽ ഈ ഭൂപ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായിട്ടും നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും തലസ്ഥാനത്ത് നിന്നും ചേരുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഉമേഷ്, ഞങ്ങൾ സൂചിപ്പിച്ച പോലെ തലസ്ഥാനത്ത് നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയാണ്. പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ ചേരുന്നു. ഒപ്പം തന്നെ ചില കേസന്വേഷണത്തിന്റെ നിർണായക നീക്കങ്ങളൊക്കെ ഇന്ന് തലസ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് വാർത്താ കേരളം. സ്വാഭാവികമായും പ്രഭാത കേരളത്തിലേക്ക് ഉമേഷ് തന്നെ ആദ്യം കടന്നു വരുമ്പോൾ 2 പ്രധാന വിഷയങ്ങൾ. ഒന്ന്, ഈ KSEBയുടെ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആശങ്കയുയർത്തുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ആശങ്കയുയർത്തുന്ന പ്രശ്നങ്ങളാണ്. ഒപ്പം തന്നെ KSRTC. ഈ 2 വർഷത്തിലുള്ള യോഗങ്ങൾ ഏത് തരത്തിലാണ് നടക്കുന്നത്? എന്ത് നിർണായക നീക്കങ്ങളാണ് ഇന്ന് തലസ്ഥാനത്ത് നിന്നും ആ തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? KSEBയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ യോഗമാണ്. കാരണം മാസം തോറും ഇത്തരത്തിൽ ചാർജ് വർധനയ്ക്ക് അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. നേരത്തെ തന്നെ ഇത്തരത്തിൽ വിതരണ കമ്പനികൾക്ക്, അതായത് സ്വകാര്യ വൈദ്യുതി വിതരണ കമ്പനികൾക്ക് ചാർജ് ഓരോ മാസവും വർദ്ധിപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു. അതിന് പല ഘടകങ്ങളുണ്ട്. കാരണം ഈ ഇന്ധന പ്രതിസന്ധി, കാരണം കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്വകാര്യ കമ്പനികൾ അവ ഈ പെട്രോൾ, ഡീസൽ അടക്കമുള്ളവ ഉപയോഗിച്ചെല്ലാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളാണ്. ആ കമ്പനികളുടെ കൂടി ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അംഗീകാരം കേന്ദ്രം ഈ വിതരണ കമ്പനികൾക്ക് നൽകിയത്. സ്വാഭാവികമായി കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വിതരണ കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് KSEB. അതുകൊണ്ട് തന്നെ അവർ വില കൂട്ടുന്നതിനനുസരിച്ച് KSEBയും വില കൂട്ടേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അത് സംബന്ധിച്ച് ഏറ്റവും നിർണായക യോഗമാണ്. വൈദ്യുതി മന്ത്രി നേരിട്ട് പങ്കെടുക്കും. 10:30 യോഗം ചേരുന്നത്. യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഈ സാഹചര്യം എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായ ഒരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ സർക്കാർ ഒരു നിലപാട് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ സർക്കാർ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അതിന് അപ്പുറം പോകാൻ കഴിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ KSEB വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത്തരത്തിൽ ഓരോ മാസവും വിതരണ കമ്പനികൾ അവരുടെ ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ KSEBക്കും പിടിച്ചു നിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ആദ്യം KSEB ഒരു പ്രപ്പോസൽ ഉണ്ടാകും, അത് സർക്കാരിന് സമർപ്പിക്കും. തുടർ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാകേണ്ടത്. സജിത്ത്, അതാണ് ഉമേഷ് വിശദീകരിച്ചത്. എന്തായാലും തലസ്ഥാനത്തെ 2 പ്രധാനപ്പെട്ട യോഗങ്ങളുടെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ തലസ്ഥാനത്ത് നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്ന ചില വാർത്തകളുടെ സൂചനയാണ് ഉമേഷ് പങ്കുവച്ചത്. ഉമേഷ്, ഞങ്ങൾ മടങ്ങി വരാം. ഉമേഷ് തുടരുക, കാരണം മറ്റു വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി ഉമേഷിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമേഷിലേക്ക് തിരികെ എത്താം. ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് ശ്രീജിത്തുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ നേപ്പിയർ മ്യൂസിയം കാണാം, ദൃശ്യങ്ങൾ കാണാം.
മനോഹരമായ നേപ്പിയർ മ്യൂസിയത്തിന്റെ സമീപത്തൊക്കെ ഈ രാവിലെ വ്യായാമത്തിന് വരുന്നവർ നിരവധിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തലസ്ഥാനത്ത് താമസിക്കുന്ന VIP-മാർ എന്നത് അങ്ങനെ വിളിക്കുന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥര്, മന്ത്രിമാർ അടക്കം ഇവിടെയുണ്ട്. സാധാരണക്കാർ പോലും അതെ ഒരുമിച്ച് ഒരു പ്രഭാതവും സായാഹ്നവും ഒക്കെ ചെലവിടാൻ എത്തുന്നതും അവരുടെ വ്യായാമത്തിന് വേണ്ടി എത്തുന്നതും ഒക്കെ ഈ മ്യൂസിയത്തിലേക്കാണ്. അതെ ആര്യ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു വ്യായാമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്കും അപ്പുറം ഇത് ഒരു ഒത്തുചേരലിന്റെ വേദിയാണ്. അതെ തീർച്ചയായും. കാരണം ഈ പ്രഭാത സവാരിക്ക് എത്തുന്നത് പലപ്പോഴും ഒരു ചില പരിചയം പുതക്കലോ അല്ലെങ്കിൽ അത്തരത്തിൽ നഗരത്തിലുള്ള കണ്ടുമുട്ടൽ വേദി കൂടിയായി മത്സരം മാറുന്നുണ്ട് സാഹചര്യമുണ്ട്. അങ്ങനെ മന്ത്രിമാരടക്കം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഒരു പക്ഷേ നമുക്ക് ഈ വരുന്ന മണിക്കൂറുകളിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ കഴിഞ്ഞേക്കും. അത് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അതെ, അപ്പൊ നമുക്ക് കോട്ടയത്തേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. കോട്ടയത്ത് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടന്നു. കാരണം സംസ്ഥാന രാഷ്ട്രീയം കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ശശി തരൂർ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്നലെ ഒന്നുകൂടി വ്യക്തമാകുന്ന ഒരു നീക്കമുണ്ടായി. ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് അദ്ദേഹം എത്തി. സ്വാഭാവികമായും അത് കേരളം കാത്തിരുന്ന ഒരു നീക്കമാണ്. കാരണം അല്ലെങ്കിൽ കേരളം ഈ ശശി തരൂർ താൻ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് പങ്കുവച്ചത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നുണ്ടെന്ന് കരുതുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്താണ് കോട്ടയത്തിന്റെ സാഹചര്യം? ഇന്നലെ നമ്മൾ കണ്ടതാണ് ശശി തരൂർ ഓർത്തഡോക്സ് ആസ്ഥാനത്തെത്തി. അദ്ദേഹം പല സമുദായ സംഘടനകളുടെയും അല്ലെ പല പ്രമുഖരെയും കാണുന്നതിന് തുടർച്ചയായിട്ടാണ് ഓർത്തഡോക്സ് ആസ്ഥാനത്ത് വന്നതും. പക്ഷെ അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഓർത്തഡോക്സ് സഭാ നേതൃത്വം തന്നെ ശശി തരൂരിനോട് താങ്കൾ ഇനി കേരളത്തിൽ സജീവമാകണമെന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആ തരത്തിൽ തരൂർ പ്രതീക്ഷിച്ച ഒരു പിന്തുണ തന്നെയാണോ പുള്ളിക്ക് അവിടെ നിന്നും അദ്ദേഹത്തിന് അവിടെ നിന്നും കിട്ടിയത്? എന്തായിരിക്കും ആ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ തുടർഭാവി? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. സജിത്ത്, ശശി തരൂരിന് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു പിന്തുണ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം കാണുമ്പോഴും അദ്ദേഹത്തിന്റെ സംസാരം കാണുമ്പോഴും മനസ്സിലാക്കാൻ. തരൂര് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ പല ബിഷപ്പുമാരും കാണാൻ വിളിക്കുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കുന്നു, താൻ അങ്ങോട്ടേക്ക് പോകുന്നു, പരിപാടിക്ക് പോകുന്നു, ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. പക്ഷെ ഇന്നലെ ആദ്യമായി ഈ ചർച്ചകൾക്കുള്ളിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ അവസരം ലഭിച്ചപ്പോൾ അവിടെ നടക്കുന്നത് രാഷ്ട്രീയം കൂടിയാണ്, രാഷ്ട്രീയപരമായ ചർച്ച കൂടിയാണ് എന്ന് ഇന്നലെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ തരൂരിനോട് നേരിട്ട് പറഞ്ഞത് കോൺഗ്രസിനെ തിരിച്ച് അധികാരത്തിലെത്തിക്കാൻ താങ്കൾ കേരളത്തിൽ ഇനി പ്രവർത്തിക്കണം, ഡൽഹിയിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ എന്ന് തന്നെയാണ്. കോൺഗ്രസിന്റെ അപജയമാണ് തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കാൻ കാരണമായത് എന്നുകൂടി അദ്ദേഹം തുറന്നു പറയുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക ആഭിമുഖ്യമോ മമതയോ ഒന്നുമില്ല, പക്ഷേ ഇവിടെ മാറി മാറി വരുന്നതാണ് നല്ലത് എന്നുള്ളൊരു സാഹചര്യം കൂടി ഫലത്തിൽ ഇടത് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കൂടി അവർ വിലയിരുത്തുന്നു എന്നുകൂടി ഒരുപക്ഷെ ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തരൂരിന്റെ കാര്യത്തിൽ ഒരു പച്ചക്കൊടി നൽകുകയാണ്. ഇതുവരെ പല ബിഷപ്പുമാരും, കത്തോലിക്ക സഭയുടെയൊക്കെ ബിഷപ്പുമാര്, പാണക്കാട് തങ്ങൾ, അങ്ങനെ എല്ലാവരും കണ്ട് പുറത്തിറങ്ങുമ്പോൾ വളരെ അനൗപചാരിക കൂടിക്കാഴ്ച എന്നൊക്കെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങളാണ് നടത്തിയിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ഇവിടെ തരൂര് തന്നെ നേതൃത്വം കൊടുക്കണമെന്ന നിലപാടിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ഇത്രയും പരസ്യമായ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കണം തരൂരും ഇതൊരു ആലങ്കാരിക മറുപടികളൊക്കെ മാറ്റി നിർത്തി തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആദ്യമായി ഒരു സ്ഥിരീകരണം കൂടി നടത്തുന്നത്. അത് തരൂരിന് ലഭിച്ച ഇത്രയധികം സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു ആത്മവിശ്വാസം കൂടിയാണ് അങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുകൂടി പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അഭിമുഖം പുറത്തു വന്നത്. മാത്രമല്ല താൻ ഈ പോകുന്നത് സാമുദായിക നേതാക്കളുടെ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഏതാണ്ട് എല്ലാ സമൂഹത്തിലെ വിവിധ തുറകളിലെ ആളുകളെ താൻ കേൾക്കുന്നുണ്ട്, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കാര്യമായ വാർത്തയാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതൊക്കെ തന്നെ മാത്രമാണ് വാർത്ത. പക്ഷെ തരൂർ അതും കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. തനിക്ക് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2021 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന്റെ പ്രകടന പത്രിക രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ
കേൾക്കേണ്ട സമയത്താണ് തനിക്ക് ഇത്തരം ആശയങ്ങൾ സ്വരൂപിക്കാനൊക്കെയുള്ള ഒരു ആദ്യ ചിന്ത മനസ്സിൽ വന്നതെന്നുകൂടി തരൂര് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും തരൂരിന്റെ യാത്ര, അതിന്റെ ഒരു റൂട്ട് ഏതാണ്ട് ക്ലിയർ ആകുകയാണ്. അത് ക്ലിയർ ആയിരുന്നു നേരത്തെ തന്നെ, പക്ഷെ അതിനപ്പുറത്തേക്ക് അത് തരൂരും തരൂര് പോയി കാണുന്ന ആളുകളും ഒക്കെ തന്നെ അതൊന്നുകൂടി സ്ഥിരീകരിക്കുകയാണ്. CSIയുടെ മധ്യ കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാന്റെ അടുത്തെത്തിയും അദ്ദേഹം ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ ഏതാണ്ട് എല്ലാ പോക്കറ്റുകളിലും അദ്ദേഹം കയറിയിറങ്ങി ഒരു ആത്മവിശ്വാസം പിന്തുണ നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സജിത്ത്, തീർച്ചയായും ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാകാൻ ഒരുങ്ങുമ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണയും അദ്ദേഹത്തിന് ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്നലെ ഒരു പ്രത്യേകത കൂടി ഇതിന്റെ അകത്ത് ഉണ്ടായത്, അദ്ദേഹം മുസ്ലിം ലീഗ് നേതൃത്വത്തെക്കാണ് അങ്ങനെ പലരെ കണ്ടു. പക്ഷേ അത് ഏറ്റവും ഒടുവിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ശ്രദ്ധേയമാവാം ഒരു പക്ഷേ. അതായത് താൻ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കൃത്യമായ സൂചന പറയുന്നുണ്ട്. അത് സ്വാഭാവികമായും ഒരുപക്ഷെ കേരളത്തിലെ വലിയ പ്രതീക്ഷകളുള്ള മറ്റ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു വിള്ളൽ വീഴ്ത്തുമോ, ആശങ്കയുണ്ടാക്കുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ തെളിയിക്കപ്പെടേണ്ടതും നമുക്ക് കാണേണ്ടതുമാണ്. എന്തായാലും തീർച്ചയായും ഇനി നമുക്ക് കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകാം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് ഇടുക്കിയിലെ വളരെ വലിയൊരു ആശങ്ക, ഭൂപ്രശ്നം. അത് ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ രണ്ട് വിഷയത്തിൽ മേലുള്ള ചർച്ചയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ ഒരു വിഷയത്തിൽ ഓൺലൈനായി മുഖ്യമന്ത്രി ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ അന്നേരം അദ്ദേഹം പറഞ്ഞത് ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് വിശദമായി 2 ദിവസത്തിന് ശേഷം ഒരു യോഗം കൂടി ചേരാം എന്നുള്ളതാണ്. അപ്രകാരമുള്ള യോഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകുന്നത്? മറ്റ് വിശദാംശങ്ങൾ. ഇടുക്കി നിവാസികളുടെ ആവശ്യങ്ങൾക്ക് പൂർണ്ണതോതിൽ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ എങ്കിലും ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കാലങ്ങളായി ഇടുക്കിയിലെ പട്ടയ ഭൂമിയിൽ താമസിക്കുന്ന കർഷകരുടെ ആവശ്യമാണ്. ഇത്തരത്തിൽ പട്ടയഭൂമിയിൽ നിലവിൽ വീട് വെക്കാനുള്ള അവകാശമുണ്ട്. മറ്റ് ഭൂമി കൃഷിക്ക് മാത്രമേ ഉള്ള അവകാശമുള്ളൂ. മറ്റൊരു കെട്ടിടവും നിർമ്മിക്കാനുള്ള അവകാശമില്ല. അതിലൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ഏറ്റവും സുപ്രധാനമായി ഇടുക്കിയിലെ കർഷകരടക്കം ആവശ്യപ്പെടുന്നത്. ഇത് കാലങ്ങളായുള്ള ആവശ്യമാണ്. അതിലൊരു നിർണായകമായ ചുവടുവയ്പ്പിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഏറ്റവും പ്രത്യേകത. ഇന്നലെയാണ് ആദ്യം യോഗം നിശ്ചയിച്ചിരുന്നത്, ഇന്നത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയെ കൂടാതെ നിയമമന്ത്രി, വനം മന്ത്രി, കൂടാതെ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ളവർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ആവശ്യം ഏത് രീതിയിൽ പരിഗണിക്കാനാകും എന്നുള്ളതാണ്. ഇതിന്റെ നിയമവശങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. കൂടാതെ വനഭൂമിയോട് ചേർന്ന പട്ടയ പ്രദേശങ്ങളിലെ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ പ്രത്യേകിച്ച് ബഫർ സോൺ അടക്കമുള്ള വിഷയങ്ങളിൽ ഇടുക്കിയിലെ ഒരു വലിയ ഭൂപ്രദേശം ബഫർ സോണിന്റെ ഭാഗമായി വരാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് വേണം സർക്കാർ കടക്കേണ്ടത്. എന്തായാലും കാലങ്ങളായുള്ള ഇടുക്കി നിവാസികളുടെ ആവശ്യം, അവരുടെ ഒരുപക്ഷെ അവർ കാലങ്ങളായി താമസിക്കുന്ന പട്ടയ ഭൂമിയിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി നൽകണം എന്നുള്ള ആവശ്യം, ആ ആവശ്യം എന്തായാലും ഏത് രീതിയിൽ പരിഗണിക്കാനാകും, നിയമപ്രശ്നങ്ങൾ ഏത് രീതിയിൽ മറികടക്കാനാകും എന്നുള്ളവയെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ആര്യ, അതാണ് ഉമേഷ് വിശദീകരിച്ചത്. എന്തായാലും തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളും യോഗങ്ങളും നടക്കുന്നു. അതാണ് എന്റെ ഒരു പൂർണ്ണ ചിത്രമാണ് ഉമേഷ് പങ്കുവച്ചത്. നന്ദി ഉമേഷ്. നമ്മളപ്പോൾ തലസ്ഥാനത്ത് നിന്ന് നേരെ പോകുന്നത് കേരളം കാത്തിരിക്കുന്ന ഇന്നൊരു പ്രധാനപ്പെട്ട ദൗത്യം പാലക്കാട് നടക്കുന്നു. അതെ, തീർച്ചയായും PT-7 എന്നുള്ള ഭീകരനെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വനം വകുപ്പ്. പ്രത്യേക സംഘം അതിനായി തയ്യാറായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി വൈകിട്ടത്തോടുകൂടി ഈ വയനാട്ടിലെ ദൗത്യം പൂർത്തിയാക്കിയ സംഘം ഇവിടെ പാലക്കാട് എത്തും. ഇതിനിടയിൽ കേട്ടിരിക്കുന്ന ഒരു വാർത്ത, വീണ്ടും PT-7 ആക്രമണം അവിടെ മേഖലയിൽ, ധോനി മേഖലയിൽ ഉണ്ടാകുന്നു. എന്തായാലും അതിന്റെ വിശദാംശങ്ങളുമായി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഈ PT-7 ഇന്ന് തന്നെ പിടികൂടാം, അല്ലെങ്കിൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയും, അല്ലെങ്കിൽ ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. അതിനിടയിലാണ് വീണ്ടും ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് നാട്ടിലേക്ക് PT-7 ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ നിമിഷം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. എന്താണ് അവിടുത്തെ നിലവിലത്തെ ഒരു സാഹചര്യം?
ഗുഡ് മോർണിംഗ് സജിത്. ആര്യ, ഇവിടെ PT7 കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ PT7 ഇറങ്ങിയിരുന്നു. കർശനമായ നിരീക്ഷണം കുങ്കിയാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനംവകുപ്പ് നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ധോണി മായാപുരത്ത് PT7 മാത്രമല്ല, PT7 ഒപ്പം മറ്റ് 2 കാട്ടാനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവരെ പിന്നീട് ഈ 3 ആനകളെയും പിന്നീട് വനംവകുപ്പും നാട്ടുകാരെല്ലാം ചേർന്ന് കാട്ടിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി PT7 ഈ പ്രദേശത്ത് തമ്പടിക്കുകയും വലിയ തോതിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ PT7 കണ്ട് ഭയന്ന് ഓടി ആളുകൾക്ക് പറ്റുകയെല്ലാം ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വയനാട് ദൗത്യം പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയിരിക്കും ഈ സംഘം എത്തുക. ഇവിടെ 23 അംഗ സംഘമായിരുന്നു വയനാട്ടിൽ നിന്നും വന്നിരുന്നത്. അതിൽ 6 പേരൊഴിച്ച് മറ്റുള്ളവരെല്ലാം തന്നെ ഈ വയനാട് ആനയെ പിടിക്കുന്നതിന് വേണ്ടി തിരിച്ച് വയനാട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ അവർ വന്നതിന് ശേഷം മാത്രമാണ് ഈ കൂടിന്റെ നിർമ്മാണം പൂർത്തിയാകുകയുള്ളൂ. പകുതി നിർത്തിവെച്ചാണ് അവർ വയനാട് ആനയെ പിടിക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ളത്. 2-3 ദിവസം അവർ വന്നു കഴിഞ്ഞാൽ ഈ കൂടിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇനി സമയം വേണ്ടി വരും. അതിനുശേഷം ഈ ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നതാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം PT7 വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതായിരുന്നു. വനംവകുപ്പ് നൽകിയിരുന്ന ഉറപ്പ് PT7 ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും, പട്രോളിംഗ് ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മറികടന്ന് മറ്റൊരു സ്ഥലത്തൂടെ PT7 ഒപ്പം 2 കാട്ടാനകൾ കൂടി ഈ ഒരു കാട്ടാന കൂട്ടമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ആളുകളെ ആശങ്കപ്പെടുത്തുന്നത്. പ്രസാദ്, ഒരു കാര്യം കൂടി, അതായത് ഈ ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ള ഒരു സംഘം, ദൗത്യ സംഘമാണല്ലോ ഇന്നലെ വയനാട്ടിൽ ഇടപെടുകയും ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് ഇടയിൽ ഈ അരുൺ സക്കറിക്ക് ചെറിയ പരിക്ക് പറ്റിയെന്ന ചെറിയ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ പാലക്കാടൻ ദൗത്യത്തിന് ആ തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടാവുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ ദൗത്യ സംഘം പാലക്കാട് എത്തിയതിനു ശേഷം, ഈ ധോനിയിൽ എത്തിയതിനു ശേഷം എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഇടപെടൽ അവർ ഉണ്ടാകുക? അതിന്റെ ഒരു വർക്ക് പ്ലാൻ ഒക്കെ തയ്യാറായി. അതോടൊപ്പം തന്നെ ഈ PM2 പിടികൂടി മയക്കുവെടി വെച്ച് തളച്ചതിന് ശേഷം ഒരു നല്ല കുങ്കിയാനയാക്കി പരിശീലിപ്പിച്ച് ഇറക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം വെക്കുന്നത്. അതേപോലെ തന്നെ ഈ PT7 പിടികൂടി കഴിഞ്ഞ് തളച്ചതിന് ശേഷമുള്ള നടപടികൾ കൂടി അതെങ്ങനെയായിരിക്കും പ്രസാദ്? ഈ PT7 പിടികൂടുക എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റും പറഞ്ഞിരുന്നത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് PT7 പിടികൂടുക എന്നുള്ളതാണ്. അതിൽ ഈ PT7 വലിയ ആക്രമണ സ്വഭാവമുള്ള ഒരു കാട്ടാനയാണ്. അത് മാത്രമല്ല, ഈ ആന തമ്പടിച്ചിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. അപ്പോൾ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഏറെ ദൂരം ഒരുപക്ഷെ ഈ കാട്ടാന ഓടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കി വേണം ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നിലവിൽ തന്നെ വനംവകുപ്പ് വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘം അത്തരം 1-2 കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് ഈ കാട്ടാനയെ എത്തിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാണ് ഈ കുങ്കിയാനയെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. ആ പ്രദേശത്തേക്ക് PT7 എത്തിച്ചതിന് ശേഷമായിരിക്കും മയക്കുവെടി വെക്കുക. അതല്ല എങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ജനവാസ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആന പ്രതികരിക്കുക എന്നുള്ളതൊന്നും തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ആളുകളുടെ ഒരു വലിയ പിന്തുണ ഈ ദൗത്യത്തിന് വേണ്ടിവരും എന്ന് തന്നെയാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഇതിൽ PT7 പിടികൂടിയാൽ വയനാട് ആനയെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും അതിനെ കുങ്കിയാനയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ധോണിയിൽ കൂടൊരുങ്ങുന്നത്. വയനാട് ആദ്യം കൂട് നിർമ്മിച്ചത് ശരിക്ക് PT7 പിടികൂടി മുത്തങ്ങയിൽ എത്തിച്ച് അവിടെ പരിശീലനം നൽകി കുങ്കിയാനയാക്കുക എന്നുള്ളതിന് വേണ്ടിയായിരുന്നു ആ കൂട് നിർമ്മിച്ചത്. അതിനിടയിലാണ് PT7 ഇവിടെ നിന്നും കൊണ്ടുപോയി അത്രയും ദൂരം 200ഓളം കിലോമീറ്റർ, പാലക്കാട് നിന്നും വയനാട്ടിലേക്ക് 200ഓളം കിലോമീറ്റർ കാട്ടാനയെ കൊണ്ടുപോകുന്നത് അത്ര സുരക്ഷിതമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നീട് പിടികൂടി ധോണിയിൽ തന്നെ അതിന് പരിശീലനം നൽകാനുള്ള സൗകര്യം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തത്. എന്തായാലും വയനാട്ടിൽ നിർമ്മിച്ച കൂട്ടിൽ അവിടുത്തെ തന്നെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. വളരെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞതും അവിടെ ഒരു കൂട് നേരത്തെ തന്നെ നിർമ്മിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ കൂട് നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷം ആ കൂട്ടിലിട്ടാണ് ആനയെ മേരിക്കുക, അത് കുങ്കിയാനയാക്കി മാറ്റുക. ഇപ്പോൾ വയനാട് നിന്ന് വന്ന വിക്രം ഭാരത് 2 കുങ്കിയാനകളാണുള്ളത്. ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആനയെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇനി PT7 പിടിച്ചാലും അത് മറ്റൊരു കുങ്കിയാനയായി മാറുകയാണ് ഉണ്ടാവുക. അതിന് ഏറെക്കുറെ ഒരു 6 മാസത്തോളം പരിശീലനം വേണ്ടിവരുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും വളരെ വലിയൊരു അനിവാര്യതയാണ് എത്രയും പെട്ടെന്ന്
വലിയൊരു ശല്യക്കാരനാണ്, അക്രമകാരിയാണ്. എന്തായാലും ഈ പാലക്കാട്ടെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ആ സംഘത്തിന് കഴിയട്ടെ. അതെ അതെ, PT7 തളയ്ക്കാനാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വരും നിമിഷങ്ങളിലും എന്തായാലും പ്രസാദിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. ഇതിനിടയിൽ വയനാട്ടെ ആശങ്ക കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരി നഗരമേഖല ഇറങ്ങിയ കാട്ടാനയാണ്. പക്ഷേ ആശങ്ക തൊട്ടടുത്ത ദിവസം മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴിമാറി എന്നതാണ് കടുവ. വയനാട് നമ്മുടെ ഈ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും വർദ്ധിച്ചു വരുന്നു എന്നതാണ് പൊതുവിലുണ്ടാകുന്ന സാഹചര്യം. അത് പല ജില്ലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ജില്ലകളിലൊന്നാണ് വയനാട് സ്വാഭാവികമായും കടുവ ശല്യമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ വിശദാംശം? ഇപ്പോഴും പ്രദേശത്ത് കരടിമൂല എന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ കടുവ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ 2 ആടുകളെയാണ് ഈ കടുവ കടിച്ചു കീറിയിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് സമീപ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ ആടുകൾക്ക് നേരെ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ ഉള്ളത്. ശബ്ദം ഞങ്ങൾ കേട്ടു, തൊണ്ടക്ക് പിടിക്കുന്നവരെ ഉടനെ വന്ന് അപ്പുറത്ത് ഓടുന്ന ശബ്ദം കേട്ടോ. ഉടനെ വന്ന് അപ്പോഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഭാഗത്ത് നെറ്റ് പൊളിച്ചിട്ടാ അതാ ഒന്നുകൂടെ കണ്ടില്ലേ, ഒന്നിന് തള്ളയാടും വലിയ അത്. അതിന് 4 അടയാളുണ്ട്, ചെവിൻ്റെ താഴെയും തൊണ്ടക്കും. എണ്ണം തീർന്നു. ഒന്നിനെ ആദ്യം ഇതായി, രണ്ടാമത്തത് തീർന്നു. അതിനെ ഒന്നിനെ വിളിച്ചു പറഞ്ഞു മാത്രം. എന്തായാലും ഈ ആശങ്കയിൽ വളരെ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം മാനിച്ചുകൊണ്ട് തന്നെ, അതായത് എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടുക, വേണമെങ്കിൽ കൂട് സ്ഥാപിക്കുക എന്നുള്ള അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് വനം വകുപ്പ്. അപ്പം നമ്മൾ വീണ്ടും തലസ്ഥാനത്തേക്ക് പോവുകയാണ്. നമുക്ക് തലസ്ഥാനത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പരിശോധിക്കാനുണ്ട്. ഉമേഷ് തന്നെയല്ലേ നമ്മോടൊപ്പം ചേരുന്നത്? അതെ അതെ, ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശമായിട്ട്. എന്തായാലും നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അത് വളരെ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ വിശദാംശങ്ങളാണ് ഉമേഷിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടത്. ഉമേഷ്, ഈ പൊതുവിൽ നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം ആകെ തന്നെ ആവശ്യപ്പെടുന്നതാണ് ആ ദുരൂഹത നീക്കപ്പെടണം, കാരണം അതിൽ അന്വേഷണം വേണം. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായ തീരുമാനവും വളരെ വേഗം ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നടപടിക്രമങ്ങൾ? ഇന്നലെ ഈ ഫോറൻസിക് സർജന്റെ മൊഴി പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളൊക്കെ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? എത്ര പെട്ടെന്ന് ഈ അന്വേഷണ സംഘത്തിന്റെ ഇതിന്റെ ദുരൂഹത മാറ്റിയെടുക്കാൻ കഴിയും? തീർച്ചയായും വിഷയത്തിൽ ദുരൂഹത എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെയും നയനയുടെ കുടുംബത്തിന്റെയും കൂടി ആവശ്യമാണ്. എന്തായാലും നിലവിൽ ഒരാഴ്ച മുൻപ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരുന്നു. കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു ധാരണയോടുകൂടി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത്. ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ചുമതല. SP മധുസൂദനൻ ഇതുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കും. ടീമും തയ്യാറായി കഴിഞ്ഞു. ഇന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ മൊഴിയെടുക്കലുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും. നേരത്തെ തന്നെ ഈ സാഹചര്യം, അതായത് നയന സൂര്യ എങ്ങനെയാണ് റൂമിൽ മരിച്ചു കിടന്നിരുന്നത്, അത് ഏത് രീതിയിലായിരുന്നു അന്നേ ദിവസം പോലീസിനെ അറിയിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആദ്യമായി ആ റൂമിലെത്തിയ നയന താമസിച്ചിരുന്ന വെള്ളയമ്പലത്തെ വീട്ടിലെത്തി അത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. ഇനി നിർണായകമായ മൊഴിയെടുക്കലിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് നയനയുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളവർ, കൂടാതെ കൂടെ ജോലി ചെയ്തിരുന്നവർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അടക്കമുള്ളവരുടെ നേരിട്ടുള്ള മൊഴിയെടുക്കലിലേക്ക് ഇന്ന് കടക്കും. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ സർജന്റെ അടക്കം, ഫോറൻസിക് സർജന്റെ അടക്കമുള്ള മൊഴി പുറത്തു വന്നത്. എന്തായാലും ഇതെല്ലാം ദുരൂഹത നിലനിൽക്കുന്നതാണ്. അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും നിർണായകം. 3 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ആ ദുരൂഹത മാറണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഇതിന്റെ ദുരൂഹത കൂടുതൽ പുറത്തു വന്നത്. എന്തായാലും ഇനി എത്രയും വേഗത്തിൽ ദുരൂഹത മാറ്റി കേസുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഒപ്പം കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്. CBI അന്വേഷണം കഴിഞ്ഞ ദിവസം CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. സജിത്ത്, അതാണ് തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകളുടെ ഒരു പൊതുചിത്രം ഉമേഷ് പങ്കുവച്ചത്. എന്തായാലും ഈ തലസ്ഥാനത്ത് നിന്ന് വളരെ സന്തോഷകരമായ, നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ്. അതെ അതെ, മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത്
കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ ന്യൂസ് 18നെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു വാർത്താ ദിനമായിരുന്നു അത്. കാരണം 2 രാജസ്ഥാനി കുട്ടികളാണ് 38 നാൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ വീട്ടുകാരെ വിട്ട് നിൽക്കേണ്ടി വന്നത്. ഭിക്ഷാടനത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ശിശുക്ഷേമ സമിതി ഇത്തരത്തിൽ രാജസ്ഥാനി കുട്ടികളെ അവരുടെ കുടുംബത്തിന്റെ പക്കൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതും. നിരവധി തവണ നിയമപ്രകാരം അടക്കം ഈ കുടുംബം ശ്രമിച്ചെങ്കിലും ഈ കുട്ടികളെ വിട്ടുകിട്ടാൻ അത് സാധിക്കുകയുണ്ടായില്ല. പലവിധ കാരണങ്ങളാൽ ആ ഒരു വിട്ടുകിട്ടൽ മുടങ്ങി പോവുകയാണ് ഉണ്ടായത്. അധികൃതരുടെ ഓഫീസുകൾ കയറി ഇറങ്ങി ആ കുടുംബം നടക്കുകയായിരുന്നു. അപ്പോഴാണ് കൃത്യമായി എന്തായാലും നമ്മളുടെ സ്പെഷ്യൽ സീനിയർ കറസ്പോണ്ടന്റ് MS അനീഷ് കുമാറിന്റെ പക്കലേക്ക് ഈ വാർത്ത എത്തുന്നത്. എന്തായാലും അനീഷിന് വളരെ അഭിനന്ദനം നൽകേണ്ട അല്ലെങ്കിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ്. ആ കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ ഇനിയുള്ള ആശങ്കകൾ നിരവധി ബാക്കിയുണ്ട്. എന്തായാലും ഒരു മാധ്യമ ഇടപെടൽ വിജയം കണ്ടതിന്റെ ഒരു അഭിമാനവും ഒരു തൃപ്തിയും ഞങ്ങൾക്ക് മുന്നിലുമുണ്ട്. നവംബർ 29-നാണ് കൊച്ചി നഗരത്തിൽ തനിച്ചു കണ്ട 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളെ പോലീസ് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റിയത്. അധികൃതരുടെ വാതിലുകൾ മാറി മാറി മുട്ടിമെടുത്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് വ്യാഴാഴ്ച കുട്ടികളെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകി. 1 മാസത്തിലധികം അനുഭവിച്ച സമ്മർദ്ദങ്ങൾ ഉള്ളുപൊള്ളിക്കുന്നതിനാൽ കുട്ടികളെ കേരളത്തിൽ നിന്ന് നാട്ടിലേക്ക് അയക്കാൻ ഒടുവിൽ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. മുത്തശ്ശിക്കൊപ്പം രാജസ്ഥാനിൽ സംഘത്തിലെ മറ്റു കുട്ടികളെയും നാട്ടിലേക്ക് അയച്ചു. സാധാരണ നിലയിൽ മാതാപിതാക്കൾക്കൊപ്പം വളരുന്ന കുട്ടികളെ 7ഉം 8ഉം വയസ്സിലാണ് പഠനത്തിനായി നാട്ടിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ നിലവിലെ സംഭവങ്ങൾ മൂലം കുട്ടികളെ കേരളത്തിലെത്തിക്കേണ്ടെന്നാണ് തീരുമാനം. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കായി പുനരധിവാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുവോളം കുട്ടികൾ നാട്ടിൽ തന്നെ നിൽക്കട്ടെയെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. സാങ്കേതികപരമായും നിയമപരമായിട്ടും ചില തടസ്സങ്ങളുണ്ടോ? ശിശുക്ഷേമ സമിതി ഉന്നയിക്കുന്ന വാദങ്ങൾ എത്രത്തോളം നിലനിൽക്കുന്നതാണ്? ഈ അവകാശപ്പെട്ട് വരുന്ന ആളുകളുടെ മക്കളാണ് ഇന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ അവരുടെ കൈവശം ഇല്ല എന്നാണ്. ഇവർ റോഡിൽ കടന്നപ്പോൾ ഇല്ലാത്ത വേദനയാണ് ഇപ്പോൾ CWC കാണിക്കുന്നത്. ന്യൂസ് 18 നടത്തിയ ഇടപെടൽ ഫലം കാണുന്നു. ആ അമ്മയുടെ പ്രതികരണം ഇനി ഞങ്ങൾക്ക് ഉറങ്ങാം എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെയും വലിയ സന്തോഷം. 2 കുട്ടികൾ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇനി സമാധാനമായി ഉറങ്ങാം. സെൻസേഷണൽ വാർത്തകൾക്കപ്പുറം ഇത്തരത്തിൽ ആത്മസംതൃപ്തി നൽകുന്ന വാർത്തകൾ ചെയ്യുന്നതിലാണ് ന്യൂസ് 18നും ഏറെ ചാരിതാർത്ഥ്യം, അല്ലേ? സ്വാഭാവികമായും അത് ഒരു മാധ്യമ സ്ഥാപനം എന്ന തരത്തിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്നതാണ്. അതിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അത്തരത്തിൽ അത് ആ വാർത്ത വിജയം കണ്ടിരിക്കുന്നു എന്ന തൃപ്തി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ നിമിഷം ഒരു ഇടവേള എന്തായാലും അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം എന്തെന്നും കൂടി സൂചന കൊടുക്കണം. എന്തായാലും ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സന്തോഷം, മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിനം. മലയാളികളുടെ ഗാനഗന്ധർവന്റെ അദ്ദേഹത്തിന്റെ 83ാം പിറന്നാൾ ദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിറന്നാൾ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജന്മദിനം ആഘോഷിക്കുന്ന ദാസേട്ടന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ കൊടുക്കണം. ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ സൗഖ്യം ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസേട്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ദാസേട്ടനോടൊപ്പം സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എപ്പോഴും ദൈവം സന്തോഷം തരട്ടെ ദാസേട്ടൻ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വീണ്ടും പ്രഭാത കേരളത്തിലേക്ക് നമ്മൾ തിരികെ വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വിവാദം ഇവിടെ അലയടിക്കുന്നുണ്ടായിരുന്നു, അല്ലെ? യുവജനകാര്യ കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം ഇരട്ടിക്കലുമായി ചിന്താ ജെറോമുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാത്രമല്ല, അത് സൈബർ ആക്രമണത്തിലേക്ക് പോലും പോകുന്നു എന്ന് CPM അനുകൂലികളൊക്കെ വിമർശനം ഉന്നയിച്ച, അല്ലെ അവർ പരാതി ഉന്നയിച്ച സാഹചര്യം പോലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അപ്പോൾ ചിന്ത തന്നെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ന്യൂസ് 18 പ്രേക്ഷകരോട് സംസാരിക്കുന്നുണ്ട്. അനാവശ്യമായ വിവാദങ്ങളും പ്രശ്നങ്ങളുമാണ്, കാര്യം
വിഷയം മനസ്സിലാക്കാതെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചിന്ത നമ്മളുമായി പങ്കുവെച്ചത്. അപ്പോൾ ചിന്തയുടെ ആ വിശേഷത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാദമായ മറ്റൊരു വിഷയമാണ് യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിവാദം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വിശദമായി കേൾക്കാം. നമസ്കാരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഇത്തരത്തിൽ 2016 മുതൽ 18 വരെയുള്ള കാലയളവിലെ ഇരട്ടിപ്പിച്ച ശമ്പളം ഒരു വലിയ തുകയായിട്ട് ചിന്തയ്ക്ക് വരുമെന്നുള്ളതാണ്. എന്താണ് ചിന്തയ്ക്ക് അറിയാൻ കഴിഞ്ഞത്? ഒന്ന്, ശമ്പളം അങ്ങനെ ഇരട്ടിപ്പിച്ചിട്ടില്ല. ആദ്യമായി പറഞ്ഞ വാർത്തകളിൽ വന്ന 37 ലക്ഷത്തിൻ്റെയൊക്കെ കണക്ക് കെട്ടിച്ചമയ്ക്കപ്പെട്ട കണക്കുകളാണ്. അത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനൊന്നും ആരും നൽകുന്നില്ല. ആദ്യം ഒരു ഫേക്ക് വാർത്ത ഇങ്ങനെ 37 ലക്ഷം എന്നൊക്കെ പറഞ്ഞു വരുന്നു, ചിന്താ ജെറോമിൻ്റെ ശമ്പളം ഇരട്ടിയാക്കുന്നു എന്ന് പറഞ്ഞു വരുന്നു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരുവിധ വിശദീകരണങ്ങളോ അതിൻ്റെ വസ്തുതകളോ ഒന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഒരു കാര്യം, അതായത് 2016 ഞാൻ ചുമതലയേൽക്കുന്നത്, ഒക്ടോബർ മാസം. ആദ്യം ശമ്പളം ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, സേവനവേതന വ്യവസ്ഥ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും സർക്കാരിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ സേവനവേതന വ്യവസ്ഥകൾ പിന്നീട് നിശ്ചയിക്കാമെന്ന് ഉത്തരവിൽ തന്നെ പറയുന്ന അടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ മുഖേന അത് നിശ്ചയിക്കണം എന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം ഓഫീസിൽ നിന്നും. 18 കമ്മീഷന്റെ ചട്ടങ്ങൾ വരുന്നു. ചട്ടങ്ങൾക്കകത്ത് 2018 മുതൽ കമ്മീഷൻ ചെയർപേഴ്സന്റെ സാലറി 1 ലക്ഷം രൂപയാണ് എന്ന് യുവജന കമ്മീഷന്റെ ചട്ടങ്ങൾക്കകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. 18 മുതൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണ്. ഇപ്പോൾ ഈ 2023 സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും പുതിയതായി സംഭവിച്ചിട്ടില്ല. പുതിയ മറ്റു തരത്തിലുള്ള വർധനവോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ഒരു വിവാദത്തിലേക്ക് നയിച്ചത് ഇപ്പോൾ സ്വാഭാവികമായി എന്താണ്, എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഈ ശമ്പളം 2016 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ ശമ്പളം കുടിശ്ശിക നൽകണമെന്ന് എന്തെങ്കിലും ആവശ്യം യുവജന കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പോയിരുന്നു? 16 മുതൽ 18 വരെയുള്ള കാലം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അഡ്വാൻസ് ആയിട്ടാണ് വാങ്ങിച്ചത്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ആ ടേം തന്നെ വളരെ ക്ലിയർ ആണ്. അധികമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുകയും അത്തരത്തിൽ ഒരു ബാധ്യതയാണ് അഡ്വാൻസായി നാം വാങ്ങുന്ന തുകയെ സംബന്ധിച്ച്. അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വേണം. അതിലൊരു അനിശ്ചിതത്വം നിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അഡ്വാൻസ് ശമ്പളം അനുവദിച്ചുകൊണ്ടുവന്ന ഉത്തരവിന്റെ അവസാന ഖണ്ഡികയിൽ തന്നെ പറയുന്നുണ്ട് ഇത് കൃത്യമായി ക്രമീകരിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് യുവജന കമ്മീഷൻ മുഖേന സർക്കാരിലേക്ക് ഈ കാലഘട്ടത്തിലെ അനിശ്ചിതത്വത്തെ സംബന്ധിച്ചും അതിനകത്തുള്ള മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചുമൊക്കെ കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചുള്ള യാതൊരു ഉത്തരവുകളോ തീരുമാനങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായിരിക്കും നിലവിലെ ഒരു ശമ്പളവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പെട്ടെന്ന് വരാനുണ്ടായ കാരണം? എന്താണ് കരുതുന്നത്? അല്ല, എനിക്കെതിരെ പലതവണയും ഇത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 37 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തോന്നൽ ഇത്രമാത്രം തുക ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നു എന്ന തരത്തിലേക്കൊക്കെയാണ്. അതെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അതെ, അന്താരാഷ്ട്ര തലത്തിലും നിരവധി ഡെവലപ്മെന്റ്സ് ഉണ്ട്. നമുക്ക് MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് നമുക്കൊപ്പം. മിഥുൻ, എന്താണ് അന്തർദേശീയ തലത്തിൽ ആ തരത്തിൽ വാർത്തകൾ പുരോഗമിക്കുന്നത്? ഇന്ന് എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം? ബ്രസീലിലെ അടക്കം ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ നൈജീരിയയിലെ വാർത്തകളൊക്കെ ഏറെ നിർണായകമായിരുന്നു. ആ തരത്തിൽ എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്? ഒപ്പം ജപ്പാൻ ചൈന സംഘർഷ സാധ്യത, ഇതൊക്കെ ഏത് തരത്തിലാണ് ഇന്ന് പ്രതിഫലിക്കുക? സൈത്ത്, തീർച്ചയായും വളരെയധികം കൂടുതൽ വാർത്തകൾ അന്തർദേശീയ തലത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രസീലിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം പരാജയപ്പെടുത്തിയ കാര്യം തന്നെയാണ്. സൈന്യത്തെ ഇറക്കിക്കൊണ്ടായിരുന്നു ലുല ഡി സിൽവ ഈ ഒരു നീക്കത്തെ, അട്ടിമറിക്കാനുള്ള നീക്കത്തെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്ത് ക്യാപിറ്റോൾ കലാപത്തിന്റെ മാതൃകയിൽ മുൻ പ്രസിഡന്റ് ജെയിർ ബോൾസനാരോയുടെ അനുയായികളായിരുന്നു ഇത്തരത്തിലുള്ള അട്ടിമറി നീക്കം നടത്തിയത്. അതിനെയാണ് സൈന്യത്തെ മുൻനിർത്തിക്കൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തത്. സംഭവത്തിൽ 1000-ലേറെ പേരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അക്രമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക നേതാക്കളടക്കം അവലോകിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ആക്രമണം നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് സാവോപോളയിൽ ഔദ്യോഗിക സന്ദർശനത്തിനായിരുന്നു. തിരക്കിട്ട
തിരികെ തലസ്ഥാനമായ ബ്രസീലിലെത്തി ലുലാ ഡാ സിൽവ മുതിർന്ന മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹം കാണുകയും ചെയ്തു. പിന്നാലെ സൈന്യം രംഗത്തെത്തുകയായിരുന്നു. 1200-ലധികം ആക്രമികളെ ഇതിനോടകം തന്നെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രപ്രധാന മേഖലകൾ, അതായത് ഈ ആക്രമികൾ തമ്പടിച്ചിരുന്ന തന്ത്രപ്രധാന മേഖലകളെല്ലാം തന്നെ തിരിച്ചുപിടിക്കാനും സാധിച്ചിട്ടുണ്ട്. ബ്രസീലിൽ നടന്ന അക്രമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് പുറമെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ബ്രസീലിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ലുലാ ഡാ സിൽവയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയും അട്ടിമറി നീക്കത്തെ വലിയ രീതിയിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അക്രമത്തിൽ പങ്കില്ലെന്നായിരുന്നു അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് കടന്ന മുൻ പ്രസിഡന്റ് ബോൾസനായോയുടെ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത്, അതായത് ഇന്തോനേഷ്യയിലെ തനിംപാർ മേഖലയിൽ ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഇന്ന് പുലർച്ചെയാണ് ഇന്തോനേഷ്യയ്ക്കും കിഴക്കൻ തിമോറിനും സമീപം 7.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത്. ഓസ്ട്രേലിയയുടെ നേർത്തൈൻ ടെറിട്ടറിയുടെ തലസ്ഥാനമായ ഡാർവിൻ വരെ ഭൂചലനം അനുഭവപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇന്തോനേഷ്യൻ ദ്വീപായ ആബോണിന് സമീപം 97 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് മനസ്സിലാക്കുന്നത്. തിമോർ, മലൂക്കു, പപ്പുവ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാശനഷ്ടങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പെറുവിൽ നിന്നാണ്. പെറുവിൽ സുരക്ഷാ സേനയും സമരക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. മുൻ പ്രസിഡന്റിന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള സംഘർഷത്തിൽ മരണം ഇതിനോടകം തന്നെ 12 ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ അറിയാം, പെറുവിൽ പ്രസിഡന്റ് പെട്രോ കാസ്റ്റിലോയെ പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം വലിയ രീതിയിൽ വ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായി ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീടാണ് ഇത് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തെന്തായാലും കസ്റ്റഡിയിലെടുത്ത പെട്രോ കാസ്റ്റിലോയെ മോചിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്നത്. പകരം ചുമതലയേറ്റ ദിനാ ബൊലൂവർട്ട് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടണമെന്നുള്ള ആവശ്യമാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ നിരവധി വാർത്തകൾ അന്തർദേശീയ തലത്തിൽ നിന്ന് ഇന്നുണ്ട്. സജിത, ആര്യ. അതാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കാൻ ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വാർത്തകൾ. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഗൾഫ് ന്യൂസുകൾ, ചില ഗൾഫിൽ നിന്നുള്ള വാർത്തകൾ കാണാം. ഗൾഫിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മളുടെ വേൾഡ് കപ്പ് നടന്ന ഖത്തർ, അത് ഇനിയും വേൾഡ് കപ്പ് അവസാനിച്ചിട്ടും ആളുകൾക്ക്, സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു രാജ്യത്തിന്റെ പട്ടികയിലേക്ക് ഖത്തർ എത്തുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിശേഷം. എന്തായാലും നിരവധി ആളുകളാണ് അവിടേക്ക് ഖത്തറിൽ ഈ വാരാന്ത്യത്തിലും ഒക്കെ തന്നെയും അവധി ദിവസങ്ങൾ പങ്കിടാനും ചിലവിടാനും ഒക്കെയായി ഖത്തറിലേക്ക് എത്തുന്നത്. ആ വിശേഷത്തിലേക്ക് വാരാന്ത്യങ്ങളും അവധിക്കാലവും ഖത്തറിൽ ചെലവഴിക്കാൻ GCC നിവാസികൾ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട്. അൽറായ അറബിക് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സൂഖ് വാഖിഫ്, കത്താര കൾച്ചറൽ വില്ലേജ്, ലുസൈൽ, മുഷൈരിഫ് ഡൗൺ ടൗൺ, ഓൾഡ് ദോഹ തുറമുഖം, പേൾ ഖത്തർ, മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഖത്തറിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്ലാമിക കലയും വിവിധ വാണിജ്യ സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും മറ്റ് നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കുടുംബങ്ങളും യുവാക്കളും ഉൾപ്പെടെയുള്ള സന്ദർശകരെ ഖത്തറിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നവയായും റിപ്പോർട്ട് വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും ഫിഫ ലോകകപ്പിന്റെ വിജയകരമായ സമാപനത്തിന് ശേഷം ഖത്തർ ഒരു വീട്ടുപേരായി മാറുകയും ആളുകൾക്കിടയിൽ സാധ്യമാക്കിയ സാംസ്കാരിക വിനിമയം രാജ്യത്തിന്റെ ജനപ്രിയത വർദ്ധിപ്പിക്കുകയും ചെയ്തതായി പത്രം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 ദോഹ. അപ്പൊ നമ്മള് ദേശീയ തലത്തിൽ ഇനി എന്തൊക്കെയെന്നുള്ള പരിശോധനയാണ്. നമ്മൾ ഗൾഫിലെ വാർത്തകൾ കണ്ടു, ഒപ്പം തന്നെ ബ്രസീൽ അടക്കമുള്ള അന്തർദേശീയ വാർത്തകൾ കണ്ടു. ഇനി നമുക്ക് ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നാഷണൽ ഡെസ്കിൽ ER രാകേഷ് തയ്യാറായി നിൽക്കുകയാണ് ദേശീയ വാർത്തകളുമായി. രാകേഷ്, ജോഷിമഠ അടക്കമുള്ള അവിടുത്തെ സങ്കീർണ സാഹചര്യങ്ങൾ എന്ത് തരത്തിൽ പുരോഗമിക്കുന്നു, എന്ത് ഇടപെടൽ ഉണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാനുണ്ടാവും. ഇതിനപ്പുറം ദേശീയ വാർത്തകൾ ഇന്ന് ഏത് തരത്തിലാണ്, എന്തൊക്കെയാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കേണ്ടത്?
ദേശീയ തലത്തിലുള്ള വാർത്തകളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതായത് ജോഷിമഠ്, ഉത്തരാഖണ്ഡിലെ ജോഷിമഠിൽ ഇന്നലെ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, മലയാളികളടക്കം ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം, ഭൂമി ഇങ്ങനെ നടുവേ വിണ്ടു കീറുന്ന ഒരു സാഹചര്യം. അതെ, അവിടുത്തെ 9 വാർഡുകളിലാണ് താമസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതെ, അവിടെ പ്രധാനമന്ത്രി പ്രത്യേക ദൗത്യ സംഘത്തേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് ജോഷിമഠിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലാണ് പോകുന്നത്. എന്തായാലും രാകേഷ് സജ്ജമാണ്. രാകേഷ്, നമ്മൾ പറഞ്ഞതുപോലെ ഈ ജോഷിമഠിലെ ഇന്നത്തെ സാഹചര്യം എന്താണ്? ഏതു തരത്തിലാണ് അവിടെ എത്തിയ ദൗത്യ സംഘത്തിന്റെ ഇടപെടൽ? അവിടേക്ക് അവർ എത്തിക്കഴിഞ്ഞോ? എന്താണ് ഇടപെടൽ ഉണ്ടാകുന്നത്? ഒപ്പം തന്നെ മറ്റ് ദേശീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, ജോഷിമഠിൽ ഗുരുതരമാണ് സാഹചര്യങ്ങൾ. കാരണം ആളുകളെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 600-ലധികം വീടുകൾ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 4000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. ഏതായാലും ചമോലി ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിക്കും എന്നുള്ളതാണ്. 2 ഹോട്ടലുകൾ പൊളിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. മൗണ്ടൻ വ്യൂ, ഒപ്പം തന്നെ മലാരി എന്ന് പറയുന്ന 2 ഹോട്ടലുകൾ പൊളിക്കും. കാരണം ഈ ഹോട്ടലുകൾ വളരെ അപകടകരമായ രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അത് നിലംപതിക്കുകയാണെങ്കിൽ ആൾനാശമടക്കം വലിയ നാശനഷ്ടം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈ 2 ഹോട്ടലുകൾ ആദ്യം പൊളിക്കും. തുടർന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പ്രഥമമായി പരിഗണന നൽകുന്നത് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പ്രദേശത്തെ ഏതാണ്ട് 30% മേഖലയിൽ ഇത്തരം അപകട സാധ്യതയാണ്, ഈ ഭൗമ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഷിമഠിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകളെ മാറ്റുക എന്നുള്ളതാണ് ആദ്യ പരിഗണനയായി ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ളവർ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇന്നും പരിശോധനകൾ നടക്കും. ഏതായാലും അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ ഇൻഡു മാർക്ക് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 600-ലധികം കെട്ടിടങ്ങളിൽ ഇൻഡു മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, അവിടെ ശങ്കരാചാര്യ മഠമായ ജ്യോതിർ മഠിലടക്കം സമാനമായ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. സൈനിക താവളങ്ങൾ ഉള്ള സ്ഥലമാണ് ജോഷിമഠ്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഉത്തരാഖണ്ഡ്. അതുകൊണ്ട് തന്നെ സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളത്തിലടക്കം ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടു എന്നാണ് ഇപ്പോൾ ജോഷിമഠിൽ നിന്ന് പുറത്തു വരുന്നത്. അതാണ് സാഹചര്യം. ദേശീയ തലത്തിലെ വിശദാംശങ്ങളാണ് രാകേഷ് പങ്കുവച്ചത്. എന്തായാലും ജോഷിമഠ് അടക്കമുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ജോഷിമഠിലടക്കം സ്ഥിതി ചെയ്യുന്നു. അതിന്റെ വിശദമായ ഒരു ചിത്രമാണ് രാകേഷ് പങ്കുവച്ചത്. ഇനി നമ്മൾ എങ്ങോട്ടാണ്? ഇനി പത്രവിശേഷങ്ങൾ. നിരവധി പ്രധാനപ്പെട്ട പത്രങ്ങളുമായി അവിടെ കിരൺ ബാബു തയ്യാറായിരിക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രധാന തലക്കെട്ടുകൾ, വിശേഷങ്ങൾ, ലേഖനങ്ങൾ ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കിരൺ ബാബു നമുക്ക് പറഞ്ഞു നൽകും. കിരൺ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ഒരു പത്രത്തിന്റെ പൊതുചിത്രം? നമ്മൾ കണ്ടതാണ്, ഇന്നലെ സങ്കീർണമായ വാർത്തകളൊക്കെ ഉണ്ടായ ദിവസമാണ്. അതിന്റെ അതേ പ്രതിഫലനം പത്രങ്ങളും അതേ പ്രാധാന്യത്തിൽ തന്നെയാണോ ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്? സജിത്ത, ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും പത്രങ്ങൾ വ്യത്യസ്തമായ പ്രധാന തലക്കെട്ടുകളാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. ഒരു പ്രധാന വാർത്ത വരുന്ന ദിവസമാണ് എല്ലാ പത്രങ്ങളും സാധാരണഗതിയിൽ ഒറ്റ തലക്കെട്ട് തന്നെ ഒന്നാം പേജിൽ വരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വ്യത്യസ്തമായ തമിഴ്നാട്ടിലെ ഗവർണർ സർക്കാർ പോര് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ കൂടി അത്തരം പോര് നടക്കുന്ന സാഹചര്യത്തിലാവണം അത് ഒരു പ്രധാന വാർത്തയായി തന്നെ പല പത്രങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാക്കിയിട്ട ക്രിമിനലുകൾ, പുറത്തുള്ള ക്രിമിനലുകളെക്കാൾ അപകടകാരികളായ ചിലരെങ്കിലും പോലീസ് സേനയിലുണ്ട്. ഈ ചെറിയ പുഴുക്കുത്തുകളാണ് സേനയ്ക്ക് ആകെ നാണക്കേടാകുന്നത്. അങ്ങനെ PR സുനു എന്ന ഇൻസ്പെക്ടറെ സേനയിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം, അതടക്കം പല പ്രധാന വാർത്തകളുമുണ്ട്. നമുക്ക് പത്രങ്ങളൊന്ന് ഓടിച്ചു പോയി വരാം. മുഖ്യമന്ത്രിയെ തിരുത്തി ഗവർണർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് തമിഴ്നാട് നിയമസഭയിൽ നിന്നുള്ള വാർത്തയാണ്. അവിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ എഴുതി കൊടുത്തത് സർക്കാരിന്റെ നയപ്രഖ്യാപനമാണ് ഗവർണർ നടത്തുന്നത്. ഗവർണർ എൻ്റെ സർക്കാർ എന്ന് 3 തവണയെങ്കിലും മിനിമം പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ആ നയപ്രഖ്യാപന പ്രസംഗം എഴുതി കൊടുക്കുന്നത് അതിലെന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്, അല്ലാതെ ഗവർണറല്ല. പക്ഷേ ഗവർണർ ചില ഭാഗങ്ങൾ, കേന്ദ്ര സർക്കാർ വിരുദ്ധ ഭാഗങ്ങളൊക്കെ അടക്കം വിട്ടുകളഞ്ഞു. എന്നാൽ അതിനുശേഷം സ്പീക്കർ ആ ഭാഗങ്ങൾ വായിക്കുകയും ആ ഭാഗങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഗവർണർ സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തുന്ന സംഭവം അത്യപൂർവമായിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ആ വാർത്ത തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസും പ്രധാനമായി തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാതൃഭൂമിയുടെ വാർത്തയാണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ സർക്കാരിന്റെ കടം 400 കോടി. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ചവരുടെ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, കർഷക ആത്മഹത്യകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അവരുടെ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഉണ്ടാക്കിയതാണ് ഈ കാർഷിക കടാശ്വാസ കമ്മീഷൻ. സാധാരണ കർഷകരെ സംബന്ധിച്ച്, സാമ്പത്തികമായി പ്രയാസങ്ങൾ വലിയ നേരിടുന്ന കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകേണ്ടതാണ്.
പക്ഷേ ഈ കമ്മീഷൻ ഇപ്പോൾ കർഷകർക്ക് കൊടുക്കാനുള്ള ആകെ തുക എന്ന് പറയുന്നത് 400 കോടി ആയിരിക്കുന്നു. അത് സംബന്ധിച്ചാണ് രണ്ടാമത് ഇടതു സർക്കാർ വന്ന ശേഷം ഇതുവരെയും ഈ കമ്മീഷന് തുക അനുവദിച്ചിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ കടാശ്വാസ കമ്മീഷനിൽ ജീവനക്കാരുണ്ട്, 40ഓളം ജീവനക്കാരുണ്ട്. അവരുടെ ശമ്പളമോ ദിവസവേതനമോ അടക്കമുള്ള വിവരങ്ങളടക്കം അതും നൽകിയിട്ടില്ല എന്നുള്ളതും ഈ വാർത്തയിൽ പ്രധാനമായും തന്നെ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള വാർത്ത. JS മനോജാണ് മാതൃഭൂമിയിൽ നിന്ന് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് CI സുനുവിനെ പിരിച്ചുവിട്ട വാർത്ത തന്നെയാണ്. MH വിഷ്ണുവിൻ്റെ വാർത്ത കേരള കൗമുദി പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം കേരള കൗമുദിൻ്റെ വാർത്തയുടെ പ്രത്യേകത 59 ക്രിമിനൽ പോലീസ് പുറത്തേക്ക് എന്നുള്ളതാണ്. ഈ സുനു മാത്രമല്ല, ഇനി 58 പേർ കൂടി സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഏതെല്ലാം കുറ്റകൃത്യങ്ങളാണ്, ഏതെല്ലാം തരത്തിലാണ് ഇവരെ പുറത്താക്കുന്നത്, ഏതെല്ലാം വകുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. സേനയുടെ തീരുമാനം ശക്തമായ ഒരു നവീകരണത്തിലേക്ക്, അല്ലെങ്കിൽ നവീകരണത്തിനപ്പുറത്തേക്ക് ഒരു ശുദ്ധീകരണത്തിലേക്ക് പോലീസ് സേന മാറുന്നു. പോലീസിലെ ക്രിമിനലുകൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് സർക്കാർ നൽകുന്നത്, ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇനി 58 പേരെ കൂടി ഇപ്പോൾ കൃത്യമായും അടയാളപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. ഈ കേസിൻ്റെ ഭാഗമായി അവർക്കും തുടർ നടപടികൾ ഉണ്ടാവും എന്നുള്ള ഒരു വലിയ വാർത്തയാണ് നൽകുന്നത്. അതും മാതൃഭൂമിയിലും ഇത് പ്രധാന വാർത്തയായി തന്നെ നൽകുന്നു. ഈ സുനുവിനെ പിരിച്ചുവിട്ട വാർത്തയാണ്. മറ്റൊന്ന് നമ്മുടെ വി വേണുവിനും ശാരദാ മുരളീധരനും ആഭ്യന്തര സെക്രട്ടറി, അവർ രണ്ടുപേർക്കും ഒരു കാർ അപകടത്തിൽ ഇന്നലെ കായംകുളം MSM കോളേജിന് മുന്നിലുണ്ടായ ഒരു അപകടത്തിൽ പരിക്കേറ്റ വാർത്തയാണ് കേരള കൗമുദി അതും ചിത്രസഹിതം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രസീലിൽ നിന്നുള്ള വാർത്തയാണ്. അവിടെ ലുല പ്രസിഡന്റായി ഏറ്റെങ്കിലും ബോൾസനാരോയുടെ അനുയായികൾ പാർലമെന്റ് മന്ദിരത്തിൽ കടന്നുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയതിൻ്റെ FPയുടെ ചിത്രമാണ് മനോരമ ഫ്രണ്ട് പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മഹിളാ അസോസിയേഷൻ്റെ വാർത്തയാണ്. ഇന്നലെ PK ശ്രീമതി സുശീല ഗോപാലിന് ശേഷം ആദ്യമായി ഒരു മലയാളി വീണ്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയായി വരുന്നു. ആ വേദിയിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നൃത്തം ചെയ്യുന്നതാണ്. സദസ്സിൻ്റെ നൃത്തവും വേദിയുടെ നൃത്തവും എല്ലാം കൃത്യമായി മാതൃഭൂമി നൽകിയിരിക്കുന്നു. മറ്റൊന്ന് കാര്യവട്ടത്തെ പട്ടിണി വിവാദമാണ്. കേരള കൗമുദിയിൽ RK രമേശാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മന്ത്രിയുടെ പട്ടിണിക്കാർ കാണേണ്ടതില്ല, ക്രിക്കറ്റ് കളി കാണേണ്ടതില്ല എന്ന വിവാദപരമായ പ്രസ്താവന എങ്ങനെയാണ് ഈ 21ാം നൂറ്റാണ്ടിലും ഒരു മന്ത്രിക്ക്, ജനാധിപത്യ സർക്കാരിലെ ഒരു മന്ത്രിക്ക് ഇങ്ങനെ പട്ടിണിക്കാർ കാണേണ്ടത്, ഇത് കാശുകാർ മാത്രം കണ്ടാൽ മതി എന്ന തരത്തിലേക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതേക്കുറിച്ചുള്ള പ്രതികരണമാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം സംഘപരിവാർ ക്രൈസ്തവ പീഡനം നല്ല ഉദ്ദേശത്തോടെയല്ല, ക്രിസ്ത്യൻ സംഘടനകളുമായിട്ടുള്ള സംഘപരിവാർ നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഈ മാതൃഭൂമിയും ഈ സ്പോർട്സ് മന്ത്രിയുടെ വിവാദത്തെ കൃത്യമായി തന്നെ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയുടെ ഒരു പ്രധാന വാർത്ത RS രഞ്ജിഷിൻ്റെ വാർത്തയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവരടക്കം തറയിൽ ഇതുപോലെ കിടക്കേണ്ടി വരുന്നു. ആകെ ഉള്ളത് തറ ഇപ്പോൾ വൃത്തിയാണ് എന്നത് മാത്രമാണ്. നേരത്തെ അവിടെ അവർക്ക് കട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഇല്ലാതെ അത്രത്തോളം ആശുപത്രിയിൽ ആളുകൾ എത്തുകയും അവർക്ക് സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുന്നതിൻ്റെ ഒരു ചിത്രം, ആ ചിത്രം തന്നെ പറയുന്നുണ്ട് എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അത്രത്തോളം പേരാണ് തറയിൽ കിടക്കേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ പക്ഷിപ്പനി പ്രദേശങ്ങളിൽ നിന്ന് 3 മാസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും അവിടെ കള്ളിങ് നടത്തിയതുമായ വാർത്തകൾ. അതോടൊപ്പം തന്നെ കൊലയാളി PM2വിനെ തളച്ചു കൂട്ടിലെ പ്രദീപ് മാനന്തവാടി. ആ വാർത്തയിൽ വളരെ വിശദമായി തന്നെ എങ്ങനെയാണ് മാനന്തവാടിയുടെ വാർത്തയിൽ ഉണ്ട്, എങ്ങനെയാണ് ഈ ഇതിനെ തളച്ചത്, അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഏകദേശം കണ്ടതുപോലെ തന്നെ വിവരിക്കുന്ന ഒരു വാർത്തയാണ്. മറ്റൊന്ന് പക്ഷിപ്പനിയുടെ വാർത്ത തന്നെയാണ് മലയാള മനോരമയിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, 46 വർഷം മുമ്പ് നിയമമാണ് ജോഷിമഠിലെ ഭൂമി ഇടിഞ്ഞു താഴുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. 46 വർഷം മുമ്പ് കൃത്യമായി റിപ്പോർട്ട് കൊടുത്താണ്. ഇത് ജിയോളജിക്കലായി വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല, മറ്റു പ്രവർത്തനങ്ങൾ പാടില്ല, കർശനമായ നിയന്ത്രണം വേണമെന്ന്. പക്ഷേ ആ 46 വർഷവും നമ്മൾ കേട്ടില്ല. അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ പ്രധാനപ്പെട്ട ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതുപോലെ ബദ്രീനാഥ് പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഔലി പോലെയുള്ള യാത്രക്കാർ വരുന്ന സ്ഥലങ്ങൾ, ട്രക്കിംഗ് പോയിന്റിൽ അവിടെയെല്ലാം വരുന്ന ആളുകളെയൊക്കെ പ്രതീക്ഷിച്ച് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ആ സ്ഥലത്തെ മാറ്റി വലിയ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കി. അത് പാടില്ല എന്ന് 46 വർഷം മുമ്പത്തെ റിപ്പോർട്ട് അവഗണിച്ചതിൻ്റെ ചിത്രമാണ് എന്നതുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാന വാർത്തയായി എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ശശി തരൂർ ഇന്നലെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത. അതിൻ്റെ ഒരു രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ NSSൻ്റെ പ്രസ്താവനയിലുള്ള കടുത്ത അമർഷം കൂടി എന്താണെന്ന് വ്യക്തമാക്കുന്ന വാർത്ത. അനീഷ് ജേക്കബിൻ്റെതാണ് മാതൃഭൂമിയിലെ വാർത്ത. അങ്ങനെ പല പത്രങ്ങളെയും വ്യത്യസ്തമായ വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ദിനം കൂടിയാണെന്ന്. അതാണ് കിരൺ ബാബു പങ്കുവെക്കുന്നത്. എന്തായാലും പത്രത്തിലെ ഇന്നത്തെ ഒരു ദിവസം ദിനപത്രങ്ങൾ എങ്ങനെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങളെ കണ്ണോടിച്ചത്, അവർ വിലയിരുത്തിയത് എന്നതിന്റെ ഒരു പൊതുചിത്രമാണ് കിരൺ ബാബു പങ്കുവച്ചത്. അപ്പോൾ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ്. അതായത് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു, തിരുവനന്തപുരത്തെ ഒരു മനോഹര ഇടത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്, നേപ്പിയർ മ്യൂസിയവും ഈ മ്യൂസിയം പശ്ചാത്തലവും. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കിലേക്ക്, പ്രഭാത സവാരിക്കാരുടെ ഒരു വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര കണ്ട് തിരക്കൊന്നുമില്ല. എല്ലാവരും വ്യായാമമൊക്കെ കഴിഞ്ഞ് സമയമാണ് ഇപ്പൊ. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും നമ്മൾ തുടക്കമിട്ട ചില വാർത്തകളുടെ വലിയ മാറ്റവും അതിന്റെ തുടർച്ചയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം
ഒപ്പം പാലക്കാട്ടെ ആന ദൗത്യം അടക്കമുള്ള മറ്റ് കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റ് രാഷ്ട്രീയ വാർത്തകളുടെ തുടർച്ചയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. വാർത്തകൾ ന്യൂസ് 18 തുടരും. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കും.